പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമൻ പുരസ്കാരം സാഹിത്യകാരിയും നിരൂപകയുമായ ഡോക്ടർ മ്യൂസ് മേരി ജോർജിനും പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം യുവ എഴുത്തുകാരിയും ചിത്രകാരിയുമായ സീതാമോഹനും സമ്മാനിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ്, കോളേജ് അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രമുഖനായിരുന്ന പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ സ്മരണാർത്ഥം സ്മാരക ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരിയും സാഹിത്യ നിരൂപകയുമായ സംസ്ഥാന സർവ്വവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ മ്യൂസ് മേരി ജോർജിനും പ്രദീപ് കോഴിശ്ശേരി യുവപ്രതിഭാ പുരസ്കാരം യുവ സാഹിത്യകാരിയും ചിത്രകാരിയുമായ സീതാമോഹനും സമ്മാനിച്ചു. വിസ്മയകരമായ ഒരു അനുഭവമാണ്. കാരണം ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം എന്നെ നിങ്ങൾക്ക് ആർക്കും, എനിക്ക് തോന്നുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അറിയില്ല. അക്ഷരങ്ങളിലൂടെ പരിചയപ്പെട്ടാൽ കുറച്ച് ആളുകളുണ്ടാവാം. ശ്രീ മധുകുമാർ വിളിച്ചപ്പോൾ ചെറിയൊരു അവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഓഫീസിൽ വന്നു. എത്രയും വളരെ മെറ്റിക്കുലസ് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എനിക്കൊന്നൊരു ഇവിടെ ഈ അവാർഡിനെ കുറിച്ച്, പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമനെ കുറിച്ച്, മുൻപ് അവാർഡ് നേടിയവരെ കുറിച്ച് എല്ലാം ഒരു പ്രൊഫൈൽ ലിസ്റ്റും എല്ലാം തയ്യാറാക്കി വളരെ എനിക്കൊന്ന് ഒരു അക്കൗണ്ട്സ് ഓഫീസേഴ്സൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ഓഫീസിൽ വരികയും വളരെ എന്നെ തൂക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. എന്നെപ്പറ്റി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും സാഹിത്യ മേഖലയിലുള്ളവരാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഒരു പുസ്തക ലോകത്തിലേക്കായിരുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്, ഇതുവരെയുള്ള പുസ്തകമാണ് എച്ചിലെ തുറന്നു പറച്ചിലുകൾ എന്നുള്ളത്. അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എൻ്റെ ലോകം അങ്ങനെയായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവർക്കൊരു പുസ്തക കളക്ഷൻ തന്നെയുണ്ട്. എനിക്കുമുണ്ട്. ഈ ഒരു പുസ്തകോത്സവങ്ങളിലോ ഏതെങ്കിലും വേദികളിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എൻ്റെ അച്ഛനും അമ്മയും വാങ്ങിച്ചു തരാറുണ്ട്. 15,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സാഹിത്യ പുരസ്കാരം. 5,001 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് യുവപ്രതിഭാ പുരസ്കാരം. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് ചെയർമാനും ഡോക്ടർ B ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ MK ബീന എന്നിവർ അംഗങ്ങളുമായ സമിതിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുത്തത്. പ്രൊഫസർ കോഴിശ്ശേരി ബാലരാമന്റെ 22ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കായംകുളം KPSC തോപ്പിൽ ഫാസി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് കോഴിക്കോട് സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ C ഗോപിനാഥൻ പിള്ള അവാർഡുകൾ വിതരണം ചെയ്തത്. സമൂഹത്തിൽ നടക്കുന്ന തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോട് കവി പ്രതികരിക്കുന്നത് അസ്വാഭാവികമായി ഒന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് കവിതയുടെ കലാമൂല്യത്തെ നശിപ്പിക്കുമോ, കവിതയുടെ ശില്പ സൗന്ദര്യത്തെ അത് ഇല്ലാതാക്കുമോ എന്നതാണ് വിമർശകരുടെ സംശയം. കേവലം ആശയാവിഷ്കാരത്തിന് തന്നെയാണോ കവിത എഴുതുന്നത്? അതിന് മറ്റ് സൗന്ദര്യാത്മകമായ മൂല്യങ്ങളില്ലേ? കവിതയുടെ ആത്യന്തികമായിട്ടുള്ള ധർമ്മം സൗന്ദര്യ അനുഭൂതി വായനക്കാർക്ക് പകരുക എന്നതാണല്ലോ. അല്ലെ, അങ്ങനെയാണ് ഇന്ന് നാം ധരിക്കുന്നത്. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S സോളമൻ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ ചെയർമാൻ N സുകുമാരപിള്ള, കൺവീനർ കുമ്പളത്ത് മധുകുമാർ, A ഷാജഹാൻ, N ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.